ഹലോ ഗായ്സ്, സെലിം ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് സൈഡിലുള്ള ഡിസൈനാണ് കേട്ടോ. അതായത് റെഡി സ്റ്റിച്ച് കഴിഞ്ഞതാണ്. എന്നിട്ട് നെക്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റോസും ലൈറ്റ് ഗ്രീനും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലവർ ഞാൻ സാരിയിൽ ചെയ്തപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫ്ലവർ ചെയ്യുന്നത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റാ ഷേപ്പിലാണ് ഈ ഫ്ലവർ ചെയ്യുന്നത്. ഈ റാ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ബുള്ളിയൻ നോട്ടാണ് കേട്ടോ. ബുള്ളിയൻ നോട്ട് നമ്മൾ പല ടൈപ്പായിട്ട് ഫ്ലവേഴ്സും ലീഫൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ റാ ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഡിസൈനാട്ടോ ചെയ്യുന്നത്. ഇതങ്ങനെ എല്ലായിടത്തും കാണുന്നതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്കിഷ്ടപ്പെട്ട കാരണം ഞാൻ ചില ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മുന്നൊരു സാരി ചെയ്തിട്ടുണ്ട് സെയിം ഡിസൈൻ. പിന്നെ ഇപ്പോൾ അതാ ഈ ടോപ്പിൽ ചെയ്യുന്നു. അതിന് ലൈറ്റ് റോസ് തന്നെയാണ് കോമ്പിനേഷൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ഗ്രീൻ നമുക്ക് ബ്രാഞ്ചസ് നമ്മൾ സ്റ്റെം സ്റ്റിച്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ചെരിഞ്ഞ ഷേപ്പിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് പെല്ലറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ തേർഡും കുത്തിയിറക്കി. ഫോർത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ മറ്റേ ഭാഗത്ത് വീണ്ടും കുത്തി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുത്തിയെടുത്ത ഭാഗത്തേക്ക് തന്നെ കുത്തിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നൂല് വെച്ച് ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ബുള്ളി തന്നെ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. ഞാൻ ഒരു 18 എണ്ണം ചുറ്റി വെച്ചിട്ട് പിന്നെ അത് നമ്മൾ അധികം ടൈറ്റ് ചെയ്യാതെ, അതായത് നൂല് കുറച്ച് ലൂസാക്കി വെച്ചതിന് ശേഷം സൂചി മെല്ലെ മുകളിലേക്ക് എടുക്കാനായിട്ട് ചെയ്തത്. സൂചി എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കി വയ്ക്കുക. നമ്മളത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ടൈറ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ടൈറ്റ് ആക്കിയതിന് ശേഷം കുത്തിത്താത്തുക. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ ബ്ലറാവുന്നുണ്ട്. അത് കുഴപ്പമില്ല, കാരണം അത് എനിക്ക് ക്ലിയറായിട്ട് വരുന്നില്ല, ഇടയ്ക്ക് ബ്ലർ വരുന്നുണ്ട്. അത് കുത്തിത്തതിന് ശേഷം റാ ഷേപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഉറപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കുറച്ച് ഫ്ലവർ നിൽക്കുന്നുണ്ടാവുക, അല്ല പെറ്റൽസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് റാ ഷേപ്പിൽ തന്നെ ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം നമ്മൾ കുത്തിത്താത്ത കേട്ടോ. അങ്ങനെ കുത്തിത്താത്തതിന് ശേഷം പിന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഫുള്ള് ഫ്ലവറുകൾ ചെയ്തിട്ടുള്ളതാണ് വെച്ചിട്ടുള്ള വീഡിയോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പേൾ കൊടുക്കാനുണ്ട്, റോസ് കളർ. അതിന് മാച്ചിങ് ആയിട്ടുള്ള ലൈറ്റ് റോസ് കുറച്ച് വലിപ്പമുള്ള ബീഡ്സാണ് കേട്ടോ. കാരണം നമ്മൾ കൊടുത്ത ഫ്ലവർ കുറച്ച് വണ്ണം തോന്നുന്ന രീതിയിലുള്ള കാരണം ബീഡ്സ് നമ്മൾ കുറച്ച് വണ്ണത്തിലുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇടയിൽ വരുന്ന ആ കുഞ്ഞു ബ്രാഞ്ചസിനൊക്കെ നമ്മൾ മുട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ബീഡ്സ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ, ലൈറ്റ് റോസ്. അപ്പോൾ അതിൽ പ്രത്യേകം ഭംഗിയായിട്ട് തോന്നി. അതിൽ ലൈറ്റ് റോസ് ബീഡ്സ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിലും അങ്ങനെ വെച്ചു. അങ്ങനെ അതിൽ മൂന്നെണ്ണം വെച്ച് മൊത്തം ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വർക്ക് അത് ലീഫിൻ്റെ ആയിരുന്നു. പക്ഷെ ലീഫിൻ്റെ ഞാനത് വീഡിയോ എടുത്തതിൻ്റെ ഇത് മിസ്സായതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ പേൾ ചെയ്യുന്നതും അതുപോലെ ഫ്ലവർ ചെയ്യുന്നതിൻ്റെ ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ചെയ്യുന്നതിൻ്റെയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കത് ഫുള്ളായിട്ട് വരുന്ന ഒരു വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ സെറ്റ് ചെയ്തതിൽ അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ഫുള്ള് നമ്മൾ ലീഫും കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ട്യൂബ്സ് വെച്ചിട്ടാണ്. കട്ട് ട്യൂബ്സ് മിക്സ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് വരുന്നതിൻ്റെ ഒരു ലുക്ക്. അടിപൊളിയാണ്. കളർ കോമ്പിനേഷൻസും അടിപൊളിയാണ്. നമുക്ക് ആ ടോപ്പിന് മാച്ചിങ് ആയിട്ടാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് പിക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.